ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വൈബ്സ് പറയടാ കുഞ്ഞാ എന്തേ അപ്പോൾ വെൽക്കം ബാക്ക് ടു വണ്ടറിംഗ് വൈബ്സ്. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് കമന്റ് സപ്പോർട്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വ്ളോഗാണ്. നമ്മളെ ആദുവിൻ്റെ ബർത്ത്ഡേ ആണല്ലേ ഷെബു, അതായത് 5th ബർത്ത്ഡേ. പിന്നെ പ്രത്യേകിച്ച് പറയാല്ലേ, ഇന്ന് ജൂൺ 20, കാരണം ജൂലൈ 26-ാം തീയതിയാണ് എന്റെ ബർത്ത്ഡേ, ജൂൺ 26-ാം തീയതിയാണ് ആദുവിന്റെ ബർത്ത്ഡേ. അപ്പൊ അങ്ങോട്ട് കൺഫ്യൂഷൻ ആവും. അപ്പൊ ജൂൺ 26-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉമ്മമാർക്കും നമ്മളെ ഹാപ്പി ബർത്ത്ഡേ വിശ്വസില്ല ഷെബു. കാരണം ഒരുപാട് ആൾക്കാർ ആദുവിനെ ഫോട്ടോ ഇട്ട് കമന്റ് അയച്ചിരുന്നു, എന്റെ മോളെ ബർത്ത്ഡേ ആണ് ഇന്ന്, എന്റെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവർക്കും പേരെടുത്ത് പറയണില്ല, എല്ലാവർക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ അല്ലേ. ചിലരൊന്നും കേക്ക് വാങ്ങി കട്ട് ചെയ്യുന്നുണ്ടാവില്ല, ചിലർ കട്ട് ചെയ്യുന്നുണ്ടാവും. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ കാര്യത്തിൽ കയറട്ടെ, ഇന്ന് നമ്മളെ ആദുവിന്റെ ബർത്ത്ഡേ ശരിക്കും നമ്മൾ ആഘോഷിച്ചത് 1ഉം 2ഉം ആണ് അല്ലേ. ശരിക്കും ആഘോഷിച്ചത് 1ാം ബർത്ത്ഡേ നമ്മളെ നാട്ടിൽ നിന്ന് ഗ്രാൻഡ് ആയിട്ട് ആഘോഷിച്ചു. അന്ന് ഷെബുവിന്റെ ഉപ്പ കൂടാത്തോണ്ട് 2ാം ബർത്ത്ഡേ 2ാം ബർത്ത്ഡേ നാട്ടിൽ 1, 2 മറന്നു കേട്ടോ, കാലം കുറച്ചായില്ല, 5 വർഷം കഴിഞ്ഞില്ലേ. 1, 2 നാട്ടിൽ നിന്ന് ആഘോഷിച്ചു. 3ാമത്തെ ബർത്ത്ഡേ നമ്മളിവിടെ ആഘോഷിച്ചു അല്ലേ, കൊറോണ വന്ന് കഴിഞ്ഞിട്ട്. 1, 2, 3 നമ്മൾ ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കണം അല്ലേ. കാരണം 1, 2 നമ്മൾ നാട്ടിൽ ആഘോഷിച്ചുകൊണ്ട് 3ാമത്തെ ബർത്ത്ഡേ ഉപ്പാക്ക് ഇവിടെ അടിപൊളിയായിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ 1ാമത്തെ ബർത്ത്ഡേക്ക് നമ്മൾ ബ്ലോഗ് യൂട്യൂബ് ഒന്നും ഇല്ല അല്ലേ. 2ാമത്തെ ബർത്ത്ഡേക്ക് ഉണ്ടാവും ഇല്ല. 1ാമത്തെ ബർത്ത്ഡേക്ക് യൂട്യൂബ് ഇല്ല, വ്ളോഗ് ഇല്ല, നമുക്കില്ല. 2ാമത്തെ ബർത്ത്ഡേക്ക് ഉണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും 3ാമത്തെ വ്ളോഗ് ഉണ്ട്, ബർത്ത്ഡേ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താ, നമ്മള് ഇന്ന് ആദുവിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണല്ലേ ഷെബുട്ടി. യെസ്, അതായത് ഈ ബർത്ത്ഡേ കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയിരിക്കാം ആദുവിന്. കാരണം കുറെ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട്, എന്റെ ബർത്ത്ഡേ കേക്ക് ഇല്ലേ, കേക്ക് കട്ട് ചെയ്യണില്ലേ, ഇങ്ങനെ ആയിരിക്കും ഓരോ കേക്ക് ഇല്ലേ, കേക്ക് കട്ട് ചെയ്യണില്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കരുതി ഞങ്ങൾ ഇപ്രാവശ്യം ഒരു സർപ്രൈസ് കൊടുക്കാന്ന് കരുതി. കാരണം ഷെബുവിനോട് ഉറങ്ങുമ്പോൾ, കാരണം സ്കൂൾക്ക് പോകാൻ വേണ്ടി നേരത്തെ ഷെബു കടത്തി ഉറക്കുമ്പോൾ ഷെബുവിന് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. ഇത് വേണം, അത് വേണം. അതിന് മെയിൻ ആയിട്ട് ഒന്നാണ് ഫിഷ് അല്ലേ. പക്ഷെ ഫിഷ് നമ്മൾ വാങ്ങിയിട്ടില്ല, കാരണം ഫിഷ് ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഫിഷിനെ മിക്കവാറും ഡെഡ് ആവും. അതുകൊണ്ട് ഫിഷ് വാങ്ങിയിട്ടില്ല. പിന്നെ എന്തൊക്കെയാ ഷെബുവിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഷെബു ഒക്കെ വാങ്ങി സെറ്റ് ചെയ്ത് ബോക്സിൽ കെട്ടി ഇന്നലെ വെച്ചിട്ടുണ്ട്. ഞാനില്ല, ആക്ച്വലി 5th ബർത്ത്ഡേ അല്ലേ, ഞാൻ 5 ഗിഫ്റ്റ് ആണ് വിചാരിച്ചത്. 5 ഗിഫ്റ്റ്, അതിലൊന്ന് മാജിക് ബുക്ക് കേട്ടോ, അതായത് പെണ്ണിന്റെ വെള്ളം നിറച്ചിട്ട് എന്തായാലും നമുക്ക് കാണിക്കാം. എന്തായാലും 5 ഗിഫ്റ്റ് ഷെബു. പക്ഷെ ഇല്ല, ഞാൻ പറയാം 5 ഗിഫ്റ്റ് ഇല്ല. അതില് അതും പിന്നെ ഡ്രസ് കേക്ക് മുറിക്കുമ്പോ ഇടും, പിന്നെ ഒരു ചെരുപ്പ് ഉണ്ട്, സ്ലിപ്പേഴ്സും, പുറത്ത് പോകുമ്പോ ജസ്റ്റ് ഇടുന്നത്. പിന്നെ എന്താണ് പറഞ്ഞത്, പിന്നെ അവന്റെ ആഗ്രഹമാണ് ഒരു വാച്ച്, സ്മാർട്ട് വാച്ച്. എന്തായാലും ഗിഫ്റ്റ് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാം. എന്തായാലും ഇപ്പൊ നമ്മള് പോണത് കേക്ക് വാങ്ങാനാണ്. പക്ഷെ ആദുവിനെ നമ്മൾ കൊടുത്തിട്ടില്ല. ആദുവിനോട് നമ്മൾ പറഞ്ഞിരിക്കണത് അദീമോനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരാന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് വാങ്ങണം, എന്നിട്ട് രാത്രി ഇന്ന് കട്ട് ചെയ്യണം അല്ലേ. അപ്പൊ ആദ്യം നേരെ നമുക്ക് കേക്ക് വാങ്ങാൻ പോകല്ലേ അല്ലേ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ വന്നിരിക്കണത് കേക്ക് ഹൗസ് കേട്ടോ. ഇത് നമ്മളെ ലുലു എക്സ്പ്രസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടെ ബാങ്ക് അൽ ജസീറൊക്കെ അല്ലേ, അതിന്റെ അവിടെ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മളെ ഷാദിന്റെ കേക്ക് ഉണ്ട് അവിടെ, പക്ഷെ നമ്മൾ അവിടെ നിന്ന് വാങ്ങണില്ല, അവിടെ ഭയങ്കര റേറ്റാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ചെറിയൊരു കേക്ക് മതി. ഇവിടെ നിന്നാണ് നമ്മളെ റേനമാമിയുടെ കാക്കുവിൻ്റെ ഒക്കെ ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് വാങ്ങിയത്. കേക്ക് ഹൗസ് ഇതിലേതും ഇതിന് കാട്ടിക്കൊടുത്ത പോലെ തരേണ്ടി ഉള്ളിൽ നിന്ന്. ഇതങ്ങനത്തെ പ്രത്യേകത. ഈ കാണുന്ന കേക്കിൻ്റെ ഡമ്മി അടി, ഇത് ഡമ്മിയാണ് കേട്ടോ. ഇത് കാണുന്നത് കേക്കിൻ്റെ ഡമ്മി കേട്ടോ. ഈ കാണുന്ന കേക്ക് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തെല്ലാജിൽ നിന്ന് എടുത്തു തരും. ഇങ്ങനത്തെ സെറ്റപ്പ് അടിപൊളി അല്ലേ. കൊടുക്കോക്ക ഇനി പുറത്ത് വെഡ്ഡിങ് കേക്ക് എന്നൊക്കെ എഴുതിക്കും നോക്കാം. ചിൽഡ്രൻസ് കേക്ക്, താബി ഉണ്ടല്ലോ ഇവിടെ കേക്ക്. 335 റിയാലൊക്കെ കേക്കിന്, 265. ഓക്സ്പേർമാൻ്റെ കൂടി 200 റിയാല്. അടിപൊളി കേക്ക് അല്ലേ, നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പ്ലീസ് നോ ടച്ചിങ്. പക്ഷെ ടച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞാ ഇങ്ങോട്ട് വാ അത് കാക്കുൻ്റെ കേക്ക് വാങ്ങട്ടെ ബാ. അപ്പം നമ്മൾ ഈ ഒരു കേക്ക് സെലക്ട് ചെയ്തിട്ടോ. ഇതിന് 85 റിയാല വരുന്നത്. ചോക്ലേറ്റാണ്, അവർക്ക് ചോക്ലേറ്റാണ് വേണ്ടത്. ഓക്കെ മാം, ദിസ് വൺ
അതിമോനെ സെറ്റല്ലേ? കേക്കൊക്കെ വാങ്ങിട്ടാ, പേരും എഴുതിച്ച്. അപ്പോൾ ഇതാ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിട്ടോ. ഇനി ആദുവിനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ഇതുവാണല്ലോ. പക്ഷേ ഇപ്പോൾ ബലൂണ് ഞങ്ങൾ ഇന്നലെ വാങ്ങി, കാരണം അപ്പം ഞങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ നോക്കിയിട്ട് കിട്ടിയില്ല. നമ്മളതിൽ ജസ്റ്റ് ഒരു ലൊക്കേഷനൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്, അവിടെ ഉണ്ട് എന്നൊക്കെ എഴുതുന്നത്. നല്ല ലേറ്റ് ആയിരുന്നു, 11:30 മണി ആയിരിക്കണം. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയി ഇന്ന് നോക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഏതായാലും ആ ബർത്ത്ഡേൻ്റെ കൂടി വാങ്ങിയിട്ട് വീട്ടിൽ പോകണം അല്ലേ? അപ്പോൾ ഏതായാലും നോക്കട്ടെ. അപ്പോൾ അതാ നമ്മൾ നേരെ വന്നിട്ട് നമ്മളെ ജവാസാദിൻ്റെ അവിടുത്തെ അദാമിയിലാട്ടോ, നമ്മളെ ബലൂൺ ഫാക്ടറി. അപ്പോൾ ഇതാ നമ്മൾ ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങിട്ടോ. പിന്നെ ഈ ദമാമിൽ ഈ ബലൂണിൻ്റെ, അതായത് ഈ ബർത്ത്ഡേൻ്റെ ആക്സസറീസ് തിരഞ്ഞെടുക്കുമ്പോഴുണ്ടെങ്കിൽ നേരെ എടുക്കുക വരേണ്ട ഷോ ജവാസാദിൻ്റെ അവിടേക്ക് അതാമല്ലേ. ഇവിടെ നേരെ സ്ട്രൈറ്റ് പോണതാണ് നമ്മൾ ഗ്രാൻഡിക്കൊക്കെ പോണത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെതായിട്ട് ഷോപ്പുകളുണ്ട്. കാരണം ഞങ്ങൾ ഇന്നലെ തിരഞ്ഞാണ്, നമ്മൾ റാമിസിൽ പോയി ബ്രാവ് ക്ലോസ് ചെയ്തേക്കാണല്ലേ, അങ്ങനെ 2-3 ഷോപ്പ് പോയി. ഇപ്പോൾ അവിടെ ഒന്നും ഈ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് അങ്ങനത്തെ കളക്ഷൻസ് ഇല്ല, ആമസോണിലൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ നേരെ വന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് വന്നതാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരം കിട്ടി വരും അല്ലേ. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് മഗ്‌രിബ് നിസ്കാരം ഈശാ നിസ്കാരം കഴിഞ്ഞിട്ട് കാണാം അല്ലേ. അപ്പോൾ പറയാം നമ്മളെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പറഞ്ഞ ആ സമയമായി, മഗ്‌രിബും കഴിഞ്ഞു ഈശയും കഴിഞ്ഞു. ഓരോരുത്തതാ ആദൂനെ ഉപ്പ എന്തിനാണ് കൊണ്ടേക്കണേ? വെറുതെ എന്തോ ഇപ്പൊക്കെ ആവശ്യമുണ്ട് പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞ് കൊണ്ടേക്കണ്. പക്ഷെ ആൾക്ക് എല്ലാ ഏകദേശം എല്ലാം മനസ്സിലായിക്കൊണ്ടോ. പക്ഷെ കേക്ക് നമ്മൾ സർപ്രൈസ് എന്ന് പറഞ്ഞ ഫ്രിഡ്ജിലൊക്കെ വെച്ചത് കണ്ട്. അപ്പൊ കേക്ക് ഉണ്ട് മനസ്സിലായി. പക്ഷെ നമ്മൾ വരുമ്പോഴേക്കും ഇവിടെ ഡെക്കറേറ്റ് ചെയ്യണം അല്ലേ. ഇതിലേ എനിക്കൊരു സംശയം, ഇവളെ ബർത്ത്ഡേ ആണോ ഇഞ്ച കുട്ടിൻ്റെ ബർത്ത്ഡേ ആണോ എന്നുള്ള നല്ല സംശയമുണ്ട്. കണ്ട ആള് നല്ലോണം റെഡി ആയിക്കണ്, ഒരുങ്ങിയിക്കണ്. മമ്മിയാണ് ഇവനെ ഒരുക്കണില്ലടി ബർത്ത്ഡേക്കാരൻ. ഉറക്കം വന്നിക്കണം, പക്ഷെ ആൾ ഉറങ്ങണില്ല. അപ്പോൾ അതാണ് ഷെബ് ഇവിടെ ബലൂണും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഹാളാട്ടെ കാണുന്നത്. ഈ ഹാളിൽ ഇവിടെ അല്ലേ ഷെബ് സെറ്റ് ചെയ്യണം, നമ്മൾ ഇതെവിടെ സെറ്റ് ചെയ്യാന്നൊക്കെ എഴുതിയിരിക്കണം കേട്ടോ. യെസ്, ഇതിൽ ഒരു വോയിസ് റെക്കോർഡ് കേൾപ്പിച്ച് തരാൻ കേട്ടോ ഞങ്ങൾക്ക്. രാവിലെ തന്നെ നീച്ചപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ, നമ്മളെ ഫാമിലി ഗ്രൂപ്പ് കേട്ടോ, ഉമ്മാനിയുടെ വക ഇതാ പെങ്ങളെ വക. അപ്പോൾ ഉമ്മാനിയുടെ വക അങ്ങനെ ബർത്ത്ഡേ വിഷസ് കഴിഞ്ഞു. പിന്നെ അതൊക്കെ നമ്മളെ റേന മാമി അങ്ങനെ ഒരുപാട് ആൾക്കാര് അതേമാതിരി ആക്കണേ. ഇന്ന് ഒരു യൂട്യൂബിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് കാണുന്നത്. ഒരുപാട് ആൾക്കാർ ഇഷ്ടം പോലെ ആക്കണേ, ഇഷ്ടം പോലെ ആൾക്കാർ ബർത്ത്ഡേ വിഷസ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിരുന്നു ഒരുവിധമൊക്കെ. അപ്പോൾ വിഷസ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ലക്ഷബോ, എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കേട്ടോ. മറ്റുള്ള ഇരുന്ന് വീർപ്പിച്ചാണ്. അപ്പോൾ ദാ നമ്മളെ നമ്പർ 5 അതുമോൻ്റെ നമ്പർ 5 ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മളെ ബർത്ത്ഡേൻ്റെ എല്ലാതും ഇവിടെ സെറ്റ് ചെയ്തിക്കണ്. യെസ്, ഹാപ്പി ബർത്ത്ഡേ. ഇത് ഷെബു ഇവിടെ ഗിഫ്റ്റ് സെറ്റ് ചെയ്താണ് ഇന്നലെ കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ കേക്ക്. നമ്മളിപ്പോൾ ആദുവിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഉപ്പാനോട്. അപ്പോൾ ദാ ഉപ്പാനോട് വരാൻ പറഞ്ഞുകൊണ്ടോ പുറത്തുനിന്ന്. ഫുള്ള് സെറ്റ്, ഫുള്ള് ലൈറ്റ് എടുത്തടി.
ആക്കണം ഓല് വരുന്നുണ്ട്, മറ്റോ കരയണുണ്ട്, ലൈറ്റ് ഫുള്ളോടെ കെടുത്തിരിക്കണം. കയറി കഴിഞ്ഞിട്ടിട്ടാ മതി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് നോക്കി പൊന്ന കേക്ക്, അതുന്റെ ബർത്ത്ഡേ. വാവ് സൂപ്പർ. എന്തൊക്കെ നോക്ക്, ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഷെബു സെറ്റ് ചെയ്തിക്കണേ. അടിയാ ഗിഫ്റ്റ് ആണ് ആദ്യമായിട്ടാണ്. അതൊക്കെ ലാസ്റ്റ് ഗിഫ്റ്റ് ഒക്കെ ലാസ്റ്റ് കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട്. എടി ഓനെ കൊണ്ടടി ആ സങ്കടാക്ക്. എവിടക്ക പോയിനപ്പാ ഓനെ കൊണ്ട്? നമ്മളെ ലേറ്റ് അടിപൊളിയായിട്ടാ. ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയുണ്ട് സെറ്റ് ചെയ്തപ്പാ? അപ്പൊ ദാ നമ്മള് കേക്ക് മുറിച്ചാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്റെ കുട്ടുവിന്റെ ഇല്ല ഷെബു ഇതാ വരുന്നത്. ഷെബു കൂടി വരട്ടെ. ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടായോ പപ്പന്റെ പൊന്നിന്? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇപ്പൊ മറ്റൊന്ന് നോക്കണ്ട്, വെള്ളം ഇറക്കണ്ട. ഓനെ കൊടുക്ക, ഓനെ വള്ളി കൊടുക്കിപ്പ. അത് കൂട്ട കുഞ്ഞു ബേബിന്റെ വള്ളി കൊടുക്കടാ. കുറച്ചെടുത്ത് കുഞ്ഞു ബേബിന്റെ വള്ളി കൊടുക്ക്. ആ ആ സെറ്റ് കഴിഞ്ഞാ ഓന് കൊടുക്ക്. ആ ഇനി മമ്മാക്കൊക്കെ കൊടുക്ക് തൊള്ളിക്ക്. അടിപൊളി കേക്കമ്മ. ആ അതന്നെ ഞങ്ങള് സാധ്യത കേക്കൊന്നല്ല, കേക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ട് അത്ര കേട്ടോ. ആ നല്ല കേക്കില്ലപ്പാ, അടിപൊളി. സാധ്യതേനല്ല ഓല് പറഞ്ഞു അടിപൊളിയാണെന്ന് പറഞ്ഞു നമ്മളോട് സൗദി പെണ്ണുകള്. യെസ് സാധ്യതേനല്ലമ്മ. ഇച്ചിരി കേക്കാണോ ചേപ്പോ പൊട്ടടിക്ക. ഇന്ന് മധുരം കഴിച്ചിട്ടില്ല, ഇനി കഴിക്കൂലപ്പാ. ഞാൻ മധുരം കഴിക്കൽ നിർത്തിനു, പക്ഷെ കേക്ക് പെരും ടേസ്റ്റ് കേട്ടോ. അപ്പൊ നമ്മുടെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഗിഫ്റ്റ് പൊട്ടിക്കുക കേട്ടോ. ഇന്ന് പൊട്ടിച്ചടക്കുഞ്ഞ ക്ഷമല്ല നിനക്കതിന് ക്ഷമ വേണ്ടേടി. ഗിഫ്റ്റ് പൊട്ടിച്ചാണെന്നു. ആ യെസ്. ഇവിടെ പൊട്ടിച്ചെന്നെ വേറെ ആൾ കൂടി ഉണ്ട്. പൊട്ടിച്ചാൽ തിരക്ക് കൂട്ടുന്ന വേറെ ആൾ കൂടി ഉണ്ട് ഇവിടെ. അതെ പാപ്പന്റെ പൊന്ന്. എങ്ങനെയാടി ഈ ജുമ്മി ഇന്നലെ കാട്ടിയത്? ഓര് ഇന്നലെ രാത്രി പാതിരാക്കി ഇരുന്ന് കാട്ടിയതാണ്. കാണട്ടെ. ഞാൻ അത് എടുക്ക്. ആ ശരിക്കും ഇരിക്കും, അവിടെ ഇരിക്ക്. ഗിഫ്റ്റ് വരിക്ക്, ശരിക്കും ഇരിക്ക്. യെസ് ഓരോന്ന് പുറത്തേക്ക് എടുക്ക്. ആ ഓ ഇതിനുള്ളിൽ നോക്കി. വാഹോ എന്താണ് നോക്കാന്നൊക്കെ തുറന്നാണ്ട്. ആ നിക്ക്, ഇനി ക്ഷമല്ലല്ലോ അമ്മായിന്. നിക്ക് ഒന്ന് കൊടുത്തുവിട്ടാ. ആ ഒന്ന് പിരിച്ചുവിട്ടാ. കിട്ടാ കാണിച്ച കാലൊക്കെ താത്തിരിക്കും പാപ്പനെ പോലെ. ശരിക്കും ഇരിക്കും ഇവിടെ. യെസ്. ആ ഇഞ്ച കുട്ടി റിക്വസ്റ്റ് ചെയ്താണ് ആണ് മാജിക് മാജിക് വാട്ടർ ബുക്ക് കേട്ടോ. ഇനി അടുത്തത് സിമ്പിളാണ്. എന്ത് തടി പൊട്ടിച്ചു കൊടുത്താ? ആ ഷെബ് പൊട്ടിച്ചു തരും. ഇജ് ബാക്കി ജോക്കിക്കോ. ഓക്കെ പറ. യെസ് തുറക്ക് മെല്ലെ തുറക്ക്. ആ തുറക്ക്. യെസ് എടുക്ക് മെല്ലെ. തുറക്ക്. തുറന്നു കൊടുക്കട്ടെ. അറിയില്ല, വെയ്ക്കൂല, ഭയങ്കര പവറാണ്. ആ സൂര്യ നോക്ക്. ആ ഇതെങ്ങനത്തെ വാച്ചാ നോക്ക്. എങ്ങനത്തെ ആപ്പിൾ വാച്ച്. അതായത് ഓൻ എന്നും ഷെബുവിനോട് പറയണാണ് പപ്പന്റെ എങ്ങനത്തെ വാച്ച് ഓനും വേണമെന്ന് കേട്ടോ. അപ്പൊ അങ്ങനെ വാങ്ങിയ വാച്ചാണിത് ഓന് വേണ്ടിയിട്ട്.
പപ്പന്റെ വാച്ച് എന്നും പറയും പപ്പന്റെ അങ്ങനത്തെ വാച്ച് വേണോന്. യെസ് ഓക്കെ ഓക്കെ. ഞാൻ അടുത്ത് ആ അത് കഴിഞ്ഞു. ഞാൻ അടുത്ത് ആ ഇതെന്താടി എന്താടി ഇതൊക്കെ ഞാൻ ഇതൊന്നും ആ പാക്ക് ചെയ്തപ്പോ ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്ന്. ചെറുത് കാലിലോട്ടിലുണ്ട് അത് ചെറുത് ഇവിടെ ഉണ്ട് ഇപ്പാ. ഇല്ല ചവിട്ട് കിട്ടൂല. ഇവിടെ ഉണ്ട് ആള് ഇവിടെ ഉണ്ട്. എന്താ നോക്ക് ഇതൊക്കെ ഇജ്ജ് റിക്വസ്റ്റ് ചെയ്ത തന്നെയാണ്. ഇങ്ങോട്ട് കാണിച്ചു പാപ്പക്ക് 2 മാലക്ക് എന്റെ കൗത്തില്. ഈ ബോക്സ് ആക്കണേ. ആ അതിലെന്തൊക്കെയല്ലേ ചീറ്റോസ് പിന്നെ ആ കിറ്റ്കാറ്റ് ജോയ് ആ ഇഞ്ഞോ ആദുവിന്റെ ബർത്ത്ഡേ വിഷ് ചെയ്ത് എല്ലാരും താങ്ക് യു പറ. ഇത് നോക്കി പറ. ഒരു ഉമ്മ കൊടുത്ത എല്ലാവർക്കും ഫ്ലൈങ് കിസ് കൊടുക്ക്. ആ അതിനൊന്നും സമയമല്ല. ആ അതാകണം മാജിക്സ് ബുക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ തങ്ങൾ ഇവിടെ കലാശക്കോട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി കേക്കുമായിട്ടുള്ള യുദ്ധാണ്. ആ ഇതെങ്ങനെയാണ് എനിക്കും അറിയില്ല. ഞാനും മാജിക് ബുക്ക് എന്നൊക്കെ പറയണ എങ്ങനെ സംഭവം കാണിച്ചു. അയക്ക് വെള്ളം ഒഴിക്കൂലേ? ഈ ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടോ. ഇത് നമ്മള് ഇതെന്താ വെച്ചാ റിയൂസ് ആണോ? ഓക്കെ അത് ഇതാ വെള്ളം നിറച്ച് കൊടുന്ന് വെള്ളം നിറച്ചു അതില് ആ പെന്നിലിട്ടു. ഓക്കെ എല്ലാവർക്കും കാണിച്ചു. ഞാൻ ഫസ്റ്റാണ് കാണുന്നത്. അപ്പൊ കുട്ടിയൊക്കെ അറിയാം. എങ്ങനെ അറിയണ ശുഭോ ഒക്കെ യൂട്യൂബില് കാണണല്ലേ. ഇവിടെ ഒരുത്ത കാര്യമായിട്ട് നോക്കി. വെള്ളം വന്നപ്പോ അമർത്തണം. ആ യെസ് ഓക്കേ. ഇത് മായ്ച്ച മായോ പിന്നെ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ബാക്ക് ടു നോർമലോ. ആ ഓക്കേ 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 ഓക്കേ. വീട് കളറായി വരുന്നുണ്ടോ? ഇത് റീയൂസ് ചെയ്യാൻ എത്ര വേണമെങ്കിലും. യെസ് രസം അടിപൊളി. ഇങ്ങനെ ഓ ചെരുപ്പ് സൂപ്പറായി. ഒക്കെ കറക്റ്റ് ആയിട്ടോ സെറ്റ്. അപ്പൊ കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞില്ലേ ഷെബോ? എല്ലാം കഴിഞ്ഞു. കലാശക്കൊട്ടായി. ഇനി കേക്കിനോട് യുദ്ധം ചെയ്യാൻ പോവല്ലേ? അപ്പൊ ദാ നമ്മളെ കേക്ക് മുറിച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിൽ മെയിനായിട്ട് നമ്മൾ മിസ് ചെയ്യുന്ന ആരാ ഷെബോ? നമ്മളെ റേന മാമി ഫാമിലിയായിട്ട് നമ്മൾ മെയിനായിട്ട് മിസ് ചെയ്യണേ. കാരണം അവരുണ്ടാവേണ്ടതാണ് നമ്മൾ ഈ സന്തോഷത്തിൽ. അവരില്ല. ശരിക്കും നമ്മൾ ആദുവിൻ്റെ 4ാം ഒരു ബർത്ത്ഡേ ഒക്കെ അവർ ഉണ്ട്. 3ാം ഇല്ലേ ഉണ്ട്. അക്കിമാമയാണ് ആദുവിന് കാറ് ഗിഫ്റ്റ് വന്നത്. നമ്മൾ ആ വ്ളോഗ് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. 3ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചത് റേനമാമിൻ്റെ ആ സമയം നാട്ടിലായിരുന്നു. അക്കിമാമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1, 2 ആദുവിൻ്റെ ഒരു ബർത്ത്ഡേ ഒക്കെ പോലും ഉണ്ടായിട്ടുണ്ടായില്ല. നമ്മൾ ഈ സമയം അവരെ നല്ല മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അദീമോൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞതും പ്രാവശ്യം വല്ല ആഘോഷിച്ചിട്ടില്ല. നാട്ടിലെ കല്യാണത്തിൻ്റെ ഇടയിൽ അതങ്ങനെ ഓലൊക്കെ പാടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതങ്ങനെ കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, ഞങ്ങൾ ഒരുപാട് ആൾക്കാർ വീഡിയോസ് കാണുമ്പോൾ പറയും ഈ കേക്ക് ഇതുവരെ ബർത്ത്ഡേ ആഘോഷിക്കാത്തവരൊക്കെ ഉണ്ടാവും. പിന്നെ ഇതൊക്കെ നമ്മളെ സന്തോഷമാണ്, നമ്മളെ കൊച്ചു സന്തോഷങ്ങളാണ്. ഞങ്ങൾ ഇത് ഇത്രയും വലിയൊരു കേക്ക് മുറിക്കണം നമ്മൾ കരുതിയല്ല, ചെറിയൊരു കേക്ക് മുറിച്ച് ആദുവിൻ്റെ സന്തോഷത്തിന് വേണ്ടി മുറിക്കണം എന്ന് കരുതിയതായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ ചെറിയ കേക്കിനും ഈ പ്രൈസ്, വലിയ കേക്കിനും ഈ പ്രൈസ്. ഇപ്പം നമ്മൾ കേക്ക് മുറിച്ച് നമ്മളെ അയലോക്കത്തെ ഒരു വീട്ടുകാർ കൊടുത്തു. ഇപ്പം നമ്മളിവിടെ അടുത്തത് ബക്കാലിയിൽ ഇപ്പോൾ ഞാൻ കേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടാണ് വരുന്നത് കേട്ടോ. കാരണം ഇതൊക്കെ പാടെ നമ്മൾ തിന്നിട്ട് കഴിയില്ല. പിന്നെ നമ്മളവിടെ കുറേ കൊടുക്കുകയാണെങ്കിൽ കുറേ ഫാമിലി ഉണ്ടാവും, അവിടെ കൊടുത്താൽ ഈ കേക്ക് തികയൂല അല്ലേ ഷെബോ. അപ്പോൾ നമ്മളെ സന്തോഷം നമ്മൾ ഈ അടുത്ത് കൂടി ഒന്ന് ഷെയർ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ വ്ളോഗിലൂടെ വൈൻഡ് അപ്പ് ചെയ്യണം. എനിക്കെന്തൊന്നും പറയാനില്ലേടി. അപ്പോൾ ഓക്കെ, ബായ്. നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ.